പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്തഭൂമിയിലേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തിനും വളരെയധികം പ്രതീക്ഷ തന്നെയാണ്. ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം നേരത്തെ ഉന്നയിച്ചിരുന്നു. പുനർനിർമ്മാണത്തിനായി 2000 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണം എന്നും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സമഗ്ര റിപ്പോർട്ട് മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിക്ക് കൈമാറും എന്നാണ് കരുതുന്നത്. വിനീഷിന്റെ വിവരങ്ങളുമായി. വിനീഷ്, ആദ്യം തന്നെ കേന്ദ്ര സംഘം ഇവിടേക്ക് എത്തിയപ്പോൾ ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ആ ഒരു ദൃശ്യം നോക്കിക്കണ്ടത്. കാരണം കൃത്യമായ പഠനത്തിന് ശേഷം അവർ റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ട് വളരെ നിർണായകമായി തന്നെ തുടരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ സഹായങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗവുമായി മാറും അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. കാരണം പ്രധാനമന്ത്രി നേരിട്ടെത്തി ഈ വയനാട് ജനതയെ അല്ലെങ്കിൽ അവിടെ ദുരിതമനുഭവിക്കുന്നവരെ സമാശ്വസിക്കുമ്പോൾ അത് കേരളത്തിന് വലിയ പ്രതീക്ഷകൾ നൽകും. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത് 2000 കോടി രൂപയാണ്. ഇത്തരത്തിൽ ഈ ഒരു ദുരന്തത്തിൽ ഒരു പുനരുദ്ധാരണ പാക്കേജ് എന്ന തരത്തിലാണ് 2000 കോടി രൂപ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. ഏറ്റവും നിർണായകമെന്ന് പറയാൻ സാധിക്കുക, ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ കേന്ദ്ര സംഘം കേരളത്തിലെത്തി, വയനാട്ടിലെത്തി, അവിടെ ദുരന്ത പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുന്നു. അവർ കൃത്യമായ ഒരു പുനരുദ്ധാരണ പാക്കേജ്, അത്തരത്തിലുള്ള ഒരു പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ആ ഒരു പദ്ധതിയുടെ പ്രധാനമന്ത്രിക്ക് കേന്ദ്ര സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ പുനരുദ്ധാരണ പാക്കേജുകൾ അവതരിപ്പിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും കേന്ദ്ര സംഘവും ഇന്ന് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒപ്പം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ ആശങ്കകൾ പരിഹരിക്കണമെന്ന ഒരു നിർദ്ദേശവും പ്രധാനമന്ത്രിക്ക് മുന്നിൽ നടത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്, സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് 2000 കോടി രൂപയുടെ പുനരുദ്ധാരണ പാക്കേജ് ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് തന്നെ കുറിപ്പുകൾ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഇതൊരു ദേശീയ ദുരന്തമായി തന്നെ കാണേണ്ടതുണ്ട്. അത് ദേശീയ ദുരന്തമായി തന്നെ അതിനെ പ്രഖ്യാപിക്കണം എന്ന ഒരു നിർദ്ദേശവും സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വയ്ക്കും. പ്രധാനമായും L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്നാണ്. നമുക്കറിയാം, ഒരു ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നേരിടുമ്പോൾ, വലിയ ദുരന്തങ്ങൾ നേരിടുമ്പോൾ അതിനെ പല കാറ്റഗറികളിലാണ് തിരിക്കുന്നത്. L1, L2, L3 ആണ് അതികഠിനമായ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ആ L3 കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തണം. ഇതിൽ നിന്നും വലിയ ദുരന്തങ്ങൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ മരണസംഖ്യ ഉയരുന്നത്, ഇത്തരത്തിലുള്ള ഒരു വലിയ അത്യാഹിതം ഉണ്ടാകുന്നത്, ഏകദേശം 400-ലധികം പേർ മരണപ്പെട്ടു. ഒപ്പം തന്നെ 1000-ലധികം പേർക്ക് പരിക്കേറ്റ് അവർ കിടക്കുന്നു. മറ്റു നിരവധി പേരെ ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമായി തന്നെ ഇത് മാറി നിൽക്കുന്നു എന്ന ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന്റെ പൂർണ്ണ പിന്തുണ വേണമെന്ന ആവശ്യം തന്നെയായിരിക്കും മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമന്ത്രിക്ക് മുന്നിൽ നൽകുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യം തന്നെയായിരിക്കും പ്രധാനമന്ത്രിക്ക് മുന്നിൽ വയ്ക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഈ ഒരു സന്ദർശനം, വയനാട് സന്ദർശനം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നത്.